3D നോക്കുകയാണെങ്കിൽ n is equal to 3. n 3 ആണെങ്കിൽ l എത്ര ആയിരിക്കും 2. അപ്പൊ n plus l values equal to വരുന്നത് 3 plus 2 equal to 5. ഓക്കെ അല്ലേ? ആൻഡ് ഫോറസിന്റെ എനർജി എത്രയായിരിക്കും വരിക? ഫോറസിന്റെ എനർജി വരുന്നത് n is equal to 4 and l is equal to 0. So 4 plus 0 is equal to എത്രയേ വരുന്നുള്ളൂ 4. അപ്പൊ 3D ആൻഡ് ഫോറസ് കമ്പയർ ചെയ്യുമ്പോൾ എനർജി കൂടുതൽ ആർക്കാണ് വരുന്നത് 3Dക്കാണ്. അപ്പൊ നമ്മുടെ ഫോറസ് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ എനർജി വരുന്ന ആർക്കാണ് 3D. പക്ഷെ നമ്മൾ സാധാരണ 3 നമ്പർ കഴിഞ്ഞിട്ടാണ് 4 വരിക. പക്ഷെ ഈ ഒരു കേസിൽ നമ്മൾ ഇങ്ങനെ എനർജി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 3Dക്ക് 5 എനർജി ലെവൽ ആണെങ്കിൽ ഫോറസ്റ്റിന് എനർജി ലെവൽ എത്രയാണ് 4 ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ഒരു അറേഞ്ച്മെന്റിൽ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ ആദ്യം നിങ്ങൾ ഓർഡറിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആ ഒരു ഡയഗ്രാം, അല്ലെങ്കിൽ നിങ്ങൾ ഓർഡറിൽ എഴുതാൻ പഠിക്കുക. 1s, ഓക്കെ, 1s, 2s, സോറി 2s 2p ആണ്, സോറി. അടുത്ത നെക്സ്റ്റ് വൺ 3s, 3p and 3d. Next one 4s, 4p, 4d and 4f. Okay. And next one 5s, 5p, 5d and 5f. Okay. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഡയഗ്രാം നമുക്ക് വരയ്ക്കാം. മുകളിൽ നിന്ന് ആരോ മാർക്ക് കൊടുത്ത് താഴോട്ട് പോയിട്ട് ഇത് കറങ്ങി, അതായത് ഇതിങ്ങനെ പോയിട്ട് ഇങ്ങനെ വരിക. അടുത്ത 2s, നെക്സ്റ്റ് വൺ 2p, അടുത്ത ആരോ മാർക്ക് വന്ന 3s. നിങ്ങൾ ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് അത് തെറ്റാതെ എഴുതാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 3p കഴിഞ്ഞ ആരിലോട്ടാണ് ആരോ മാർക്ക് വരുന്നത് 4sലോട്ടാണ്. ദെൻ 3d നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചതേ ഉള്ളൂ 3dക്കാണ് എനർജി കൂടുതൽ കമ്പയർഡ് ടു 4s. ആൻഡ് 4p ആൻഡ് 5s. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് അഗെയിൻ 5s കഴിഞ്ഞിട്ടാണ് 4d വരുന്നത്. ഓക്കെ. ആൻഡ് 5p, 4f, 5d ആൻഡ് ലാസ്റ്റ് വൺ is 5f. അപ്പൊ ഇതിന്റെ അറേഞ്ച്മെന്റ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ ഉണ്ട് കേട്ടോ. 1s, 2s, 2p, 3s, 3p കഴിഞ്ഞിട്ട് 4s കഴിഞ്ഞിട്ടാണ് ആര് വരിക 3d ആൻഡ് 4p. ഓക്കെ അല്ലേ? ഈ ഒരു എനർജി ഡിഫറൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഈ എനർജി ഡിഫറൻസ് ആണെന്നാണ് ഈ അറേഞ്ച്മെന്റ് ഇങ്ങനെ വരുന്നത്. അപ്പൊ എങ്ങനെയാണ് അറേഞ്ച്മെന്റ് വരിക? 1s, 2s, 2p, 3s, 3p, 3d അല്ല 4s ആൻഡ് 3d. നെക്സ്റ്റ് 4s കഴിഞ്ഞ അടുത്ത ആളാരാ 4p, 4d അല്ല 5s, 4d. ഓക്കെ. 5s ഇവിടെ കാണാൻ പറ്റും 5s, 4d, 5p ആൻഡ് 4f. ഈ ഒരു ഓർഡർ നിങ്ങൾ ഈ ഒരു ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ബൈ ഹാർട്ട് ചെയ്ത് കാണാതെ പഠിക്കാൻ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും കേട്ടോ. അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്ത് വരുമ്പോൾ നമുക്കത് ഇങ്ങനെ വന്നോളും. നമ്മൾ കുറെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ആ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമ്മൾ റെപ്രസെന്റേറ്റ് ചെയ്യുക 1s1 ഇങ്ങനെ മുകളിലായിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പറയുന്നത് 1s1. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആൻഡ് 2 ആണ് കൊടുക്കുന്നെങ്കിൽ 1s2, 2s1 ഇങ്ങനെയാണ് നമ്മൾ അതിനെ റീഡ് ചെയ്യുക. എങ്ങനെയാണ് 1s2, 2s1, 3s2, 3p, 6 ഈ രീതിക്കായിരിക്കും അതിനെ റീഡ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി കുറച്ച് ഇലക്ട്രോൺ, സബ്ഷെൽ ഇലക്ട്രോൺ, നമ്മള് നോർമൽ ഷെൽ ഇലക്ട്രോൺ അല്ലെങ്കിൽ മെയിൻ ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതിയിട്ടുണ്ട്. ഇനി സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ ബെറീലിയം അറ്റോമിക് നമ്പർ 4 അല്ലെ? ബെറീലിയത്തിന്റെ 4 ആണ്. നമ്മുടെ ഒരു അറേഞ്ച്മെന്റ് അനുസരിച്ച് ആദ്യം വരുന്ന 1s, ദെൻ 2s. എസിൽ മാക്സിമം കൊടുക്കാൻ പറ്റുന്ന ഇലക്ട്രോൺസ് 2. പിന്നെ 4ല് ബാക്കി എത്ര ഇലക്ട്രോൺസ് ഉണ്ട് 2. അത് ഇവിടെ വരുമ്പോൾ അത് കംപ്ലീറ്റ് ആവുന്നുണ്ട്. നെക്സ്റ്റ് B5 ആണ്. അതെങ്ങനെ വരും 1s2, 2s2. നമുക്ക് 2sൽ 3 കൊടുക്കാൻ പറ്റില്ല. മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് 2 ആണ്. 1sഉം 2sഉം കഴിഞ്ഞാൽ അടുത്തത് 2p ആണ്. ആ 1ൽ ആരോട്ട് പോവും? 6ലോട്ട് പോവും. 2p 1ലോട്ട് പോവും. ഓക്കെ. അപ്പൊ നമുക്ക് കാർബൺ എഴുതിയാലോ? 1s2, 2s2 4ആയി. 2p1 എന്നുള്ളത് ഇവിടെ എത്രയാവും? 2p2. ഓക്കെ. അപ്പൊ എത്ര ഉണ്ടാവും? 6. അടുത്തത് 1s2, 2s2, 2p3, 8. 1s2, 2s2, 2p4. അടുത്തത് 1s2, 2s2, 2p5. ഇങ്ങനെയാണ് റെപ്രസെന്റേഷൻ വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് നിയോൺ 10, 1s2, 2s2, 2p6.